ഹലോ, നമസ്കാരം. കുറേ നേരമായിട്ട് എന്ത് പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വാട്ട് വി ഗോ ടു സേ ഈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ്. 1, 2, 3 കാര്യങ്ങൾ. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? 1 ഈഗോ, 2 ഇഷ്ടം, ലവ്, മറ്റൊന്ന് ജോലി. ആ ജോലി വരുമ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടെ വരും, ഇത് പഠിത്തവും കൂടെ വരും. പക്ഷെ ഞാനത് ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ പറയാം. അപ്പോൾ അത് ഒന്നാണ്. പഠിത്തം, വേറെ പഠിത്തമുണ്ട്, ഈ പഠിത്തമുണ്ട്. അപ്പോൾ രണ്ടും 2 കാറ്റഗറിയിലുള്ള പഠിത്തങ്ങളായതുകൊണ്ട് ജോബിനെ ഞാൻ സിംഗിളായിട്ട് വെക്കുകയാണ്, അവിടെ ഒരുമിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈഗോ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ ചെറിയ വേർഡാണ്, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ രണ്ട് വാക്കും 2 അക്ഷരവും 2 പള്ളിയും പുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതാകും. ഇംഗ്ലീഷ് വേണമെങ്കിൽ 3 അക്ഷരം. പക്ഷേ ഇത് ഭയങ്കര പ്രശ്നമാണ് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ, അതായത് ഓക്കെ, സപ്പോസ് ഇത് പുരുഷൻ്റെ ഉള്ളിലാണ് കയറുന്നതെങ്കിൽ അപ്പോൾ അവന് പുരുഷാധിപത്യം വരും. അവൻ പുരുഷനാണ് എന്നുള്ളൊരു തോട്ടുണ്ടാവും. ആ തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചിലർ പറയണ ഇക്വാലിറ്റി, ഇതൊന്നും നടക്കില്ല. ഇതാണ് എല്ലായിടത്തും ഇതിന് എതിര്. കാരണം കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് ഈക്വാലിറ്റി കൊണ്ടുവരണമെന്നും. പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ വൾണറബിലിറ്റിയാണ്. അതായത് മനുഷ്യന്മാർ വൾണറബിളാണ്. അവർ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ചില ജീവിത, അതായത് ഒരു എപ്പിസോഡിനകത്ത് അവർ വൾണറബിളാണ്. ഈ വൾണറബിലിറ്റി അവർക്ക് ഒരാളുടെ മുമ്പിൽ തുറന്ന് കാണിക്കാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോഴാണ് ഈ ഈഗോ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഈഗോ വെച്ചിട്ട് അതിനെ മൂടും. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ട്, അതവർക്ക് തുറന്നു പറയാൻ താല്പര്യമില്ല. അപ്പോൾ അവരത് ഈഗോ വെച്ചിട്ട് കവർ ചെയ്യും. പക്ഷേ ഇത് സഫർ ചെയ്യും. ഇത് വേറെ ആരും സഫർ ചെയ്യില്ല. ഈ ഈഗോ പിടിച്ചിരിക്കുന്ന ആൾ മാത്രമേ സഫർ ചെയ്യുള്ളൂ. വേറെ ആർക്കും എന്തെന്നാ പ്രശ്നം? ഓൻ ഈഗോ കാണിച്ചാൽ അവൻ കാണിച്ചോണ്ടിരിക്കട്ടെ, നീ നിൻ്റെ കാര്യം നോക്കിക്കൂടെ എന്ന് പറയുള്ളൂ. അല്ലാണ്ട് നമ്മളത് ബാധിക്കണ കാര്യമില്ല. നമ്മളങ്ങനെ എടുക്കുകയാണെങ്കിൽ ബാധിക്കും, നമ്മളങ്ങനെ എടുക്കില്ലെങ്കിൽ നമ്മളത് ബാധിക്കണ കാര്യമില്ല. അതുകൊണ്ട് തന്നെ അത് കാണിക്കുന്നവൻ്റെ പ്രശ്നമാണത്. അവൻ തന്നെയാണ് അത് സഫർ ചെയ്യേണ്ടത്. അത് അവൻ തന്നെ മാറ്റി കഴിഞ്ഞാൽ അവന് കൊള്ളാം. ഞാൻ പറയണം, അവനായാലും അവളായാലും അവർ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം അത്. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, ഈഗോ എന്ന് പറയുന്ന സാധനം വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞു. ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈഗോ ഒക്കെ ഉണ്ട്, ചെറിയ അംശമായിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ അങ്ങനെ കാണിക്കാറില്ല. പക്ഷെ എനിക്കുണ്ട്, സാധനമുണ്ട്, എല്ലാവർക്കും ഉണ്ട് സാധനം. പക്ഷെ അങ്ങനെ കാണിക്കാറില്ല. അതുകൊണ്ട് ഞാൻ സഫർ ചെയ്യാറില്ല. ഞാൻ കാണിക്കുന്നത് കൊണ്ട് എനിക്ക് 100% പറയാൻ ഞാൻ സഫർ ചെയ്യുന്നില്ല. നിങ്ങൾ ഈഗോ കാണിച്ചോ, പക്ഷെ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് സ്റ്റോപ്പ് ദാറ്റ്. നിങ്ങളത് കണ്ടിന്യൂ ചെയ്യരുത്. നിങ്ങളത് സഫർ ചെയ്യുന്നു, നിങ്ങളത് ഈഗോ കാണിക്കുന്നത് കൊണ്ട് നിങ്ങളത് സഫർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊന്നും തുറന്ന് പറയാൻ പറ്റാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് നിർത്തണം. യു ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ കഷ്ടപ്പെടും. സോ എനിക്ക് ഈഗോ ഉണ്ട്, പക്ഷേ ഈഗോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സഫർ ചെയ്യുന്നില്ല. അതാണ് പാർട്ട്. നിങ്ങൾ ഈഗോ കാണിച്ചോ, പക്ഷേ ഞാൻ സഫർ ചെയ്യരുതെന്നാണ് ഇതിനകത്ത് ഞാൻ മൊത്തമായിട്ട് ഉദ്ദേശിക്കാൻ വന്നത്. അത് ക്ലിയർ ആയോ എന്തോ അറിയില്ല, പക്ഷെ അതാണ് ഞാൻ ഉദ്ദേശിക്കാൻ വന്നത്. അപ്പോൾ യു ആർ സഫറിങ്, then avoid the ego part from your life, or don't show your ego to your loved ones. നിങ്ങൾ സ്നേഹിക്കുന്നവരുമായിട്ട് കാണിക്കാണ്ടിരിക്കുക, വിടുക, അവരോട് തുറന്ന് സംസാരിക്കുക. ഓക്കെ. രണ്ടാമത്തെയാണ്, 1 കഴിഞ്ഞു. രണ്ടാമത്തെയാണ് ലവ്. പക്ഷേ ഞാൻ എന്താ പ്രശ്നം പറയുമ്പോൾ ഞാനത് മറന്നുപോയി. ഞാനെന്താ പറയാൻ വന്നിട്ട് ഞാൻ മറന്നുപോയി. ലവ് എന്തായിരുന്നു അത്? അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ 3ാമത്തെ പറയാം, അത് നാളെ പറയാം. ജോബിനകത്ത് ജോലി പല തരത്തിലുള്ള ജോലികളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ കണ്ടിട്ടുണ്ട്. പല തരത്തിലുള്ള, ഒന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള ജോലിയുണ്ട്, ഒന്ന് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയുണ്ട്, അതിന് നല്ല ശമ്പളമൊക്കെ കിട്ടും. ചിലപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിക്ക് ശമ്പളം ഉണ്ടാവില്ല, ചിലപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിക്ക് ശമ്പളം ഉണ്ടാവും. അങ്ങനെ 2 തരത്തിലുണ്ട്. എല്ലാ ടൈപ്പിലും 2 തരത്തിലുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി, പിന്നെ
പഠിച്ച് ചെയ്യുന്ന ജോലി. അത് പാഷനൊന്നും ആയിരിക്കില്ല, പക്ഷേ ദേ ആർ സ്കിൽ ടു ഡു ദ ജോബ്. അവർ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അവർ അങ്ങനെ ചെയ്യുന്ന ജോലി. ഞാൻ അങ്ങനെ ഒരു ആളാണെന്ന് പറയാം. എനിക്ക് എൻ്റേതായ കുറച്ച് സ്കിൽസ് ഉണ്ട്. ഞാനതിനകത്ത് വലിയ അഭിമാനം കൊള്ളുന്നില്ല, പക്ഷേ എൻ്റേതായ കുറച്ച് സ്കിൽസ് ഉണ്ട്. ആ സ്കില്ല് വെച്ചിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ചിലപ്പോൾ അത് ഫാസ്റ്റായിരിക്കാം, ചിലപ്പോൾ അത് വേറൊരു രീതിയിലായിരിക്കാം, ചിലപ്പോൾ അത് ചിന്തയിലായിരിക്കാം, എങ്ങനെയോ കുറച്ചുണ്ട്. പക്ഷേ ഞാനത് വലുതായിട്ട് അഭിമാനപ്പെടുന്നില്ല, പക്ഷെ ഞാനത് ചെയ്യുന്നുണ്ട്. പിന്നെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യും. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത പണി അറിയാത്ത നാട്ടിൽ പോയിട്ട് ഒരു 2 കൊല്ലം ചെയ്ത ആളാണ്. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് എനിക്കൊരു സ്കില്ല് വേണമെന്ന്. അറിയാവുന്ന ഒരു പണിയെ ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഒരു പ്ലംബറിന് അറിയുന്ന പണിയാണ് പ്ലംബർ ചെയ്യണം, അല്ലാണ്ട് പ്ലംബർ കഷ്ടപ്പെട്ടുള്ള ചെയ്യണം. പ്ലംബർ എന്താ ചെയ്യണം? പ്ലംബിങ് പഠിച്ചിട്ട് അതാണ് ചെയ്യണത്. ഇപ്പോൾ പ്ലംബിങ് പഠിക്കാത്ത ഒരാൾ പോയി പ്ലംബിങ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഇത് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ഞാൻ പറയണ കഷ്ടപ്പാടെന്നുള്ള. പിന്നെ കഷ്ടപ്പാടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കടയിൽ നിൽക്കുന്ന ജോലികൾ, അത് വൻ പാടുള്ള പരിപാടിയാണ്. കടയിൽ നിൽക്കുന്ന ജോലി നമ്മൾ ചുമടെടുക്കണം, നമ്മൾ അവിടുത്തെ എല്ലാ പണിയും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നല്ല മെനക്കേടുള്ള പരിപാടിയാണ്. പിന്നെ ഇഷ്ടപ്പെട്ട് ഭാഗ്യം കൊണ്ട് കിട്ടുന്ന കുറച്ച് ടൈപ്പ് ജോലികളുണ്ട്. അവരത് പ്രതീക്ഷിക്കാതെ കിട്ടണ ജോലികളുണ്ട്. അത് ലക്കി പീപ്പിളിന് മാത്രമേ കിട്ടുകയുള്ളൂ. അത് ഈ കഷ്ടപ്പാടിനകത്ത് വരും. അത് നല്ല പൈസ ഉണ്ടാകും, പക്ഷെ അവർക്ക് ഭാഗ്യം കൊണ്ടായിരിക്കും ആ ജോലി അവർക്ക് കിട്ടണം. അവരുടെ ഭാഗ്യമോ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് അവർക്ക് ആ ജോലി കിട്ടുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ഭാഗ്യം നോക്കിയാണ് സിഗ്നൽ പോയി. അതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ കയറി വന്നു, അതാണ് ഭാഗ്യം. അവിടെ എത്തിയപ്പോഴാണ് സിഗ്നൽ പോയത്. കുറച്ച് മുന്നെയാണ് സിഗ്നൽ പോയിരുന്നെങ്കിൽ നമുക്ക് ആ യെല്ലോ ലൈറ്റ് കിട്ടില്ലായിരുന്നു. പിന്നെ കുറേ വണ്ടി ഫ്രണ്ടിലുള്ളതാണ് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി എല്ലാ തരത്തെ ജോലിയും പാടാണ്. ഇപ്പോൾ സ്കിൽഡായിട്ട് ചെയ്യുന്ന ജോലിയും പാടാണ്, എല്ലാ ജോലിയും പാടാണ്. നിങ്ങളിപ്പം വിചാരിക്കും ഇപ്പോൾ ഒരു IT പ്രൊഫഷണലിൻ്റെ ജോലി ഭയങ്കര എളുപ്പമാണെന്ന്. നിങ്ങൾ ചെയ്ത് നോക്ക്, അപ്പോൾ അറിയാൻ പറ്റും അത് എന്തോരം പാടാണെന്ന്. അത് നല്ല പാടാണ്, ആക്ച്വലി നല്ല പാടാണ്. നല്ലപോലെ പണിയെടുക്കേണ്ടി വരും. നിങ്ങൾ ശാരീരികമായി പണിയെടുത്തില്ലെങ്കിലും നിങ്ങൾ മെൻ്റലി നിങ്ങളെ തന്നെ നിങ്ങൾ നന്നായിട്ട് ടോർച്ചർ ചെയ്യേണ്ടി വരും. വലിയ നേരിട്ടുള്ള പരിപാടിയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പക്ഷേ കുറേയൊക്കെ ആ കഷ്ടപ്പാട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം സ്കിൽഡ് ആണെങ്കിൽ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ സ്കിൽഡ് ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എല്ലാം പാടാണ്, പഠിക്കാനും പാടാണ്, എല്ലാത്തിനും പാടാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കഷ്ടപ്പെട്ട് പഠിക്കുക. യു ഷുഡ് ലേൺ സംതിങ്, ദെൻ യു ഡു ഇറ്റ്. ഒന്നും പറ്റാണ്ടില്ല. ഇപ്പം എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും, വേറൊരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് എനിക്കും പറ്റും, നിങ്ങൾക്കും പറ്റും. അതുകൊണ്ട് നിങ്ങളത് ചെയ്യുക. ആരെ കൊണ്ടും ഒന്നും പറ്റാണ്ടൊന്നുമില്ല, എല്ലാവരെ കൊണ്ടും എല്ലാം പറ്റും. വേറൊരു മനുഷ്യനെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ടും പറ്റും. ചിലപ്പോൾ ഇച്ചിരി IQ എന്ന് പറയുന്ന സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് 1 മണിക്കൂർ എടുക്കുന്ന സാധനം നിങ്ങൾക്ക് ചിലപ്പം 5 മണിക്കൂർ എടുക്കും. ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ വേറൊരാൾക്ക് 1/2 മണിക്കൂർ എടുക്കുന്ന സാധനം എനിക്ക് ചിലപ്പോൾ 3.5 മണിക്കൂർ എടുക്കും. ഇറ്റ്സ് ഓക്കെ. അത് ഓക്കെയാണ്. അതിനെന്താ ഇത്ര പാടെന്താ? അത് ഓക്കെയാണ്. അങ്ങനെ ആവുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ വരുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ലാണ്ട്. ഇപ്പോൾ ഈ ചേട്ടൻ തന്നെ ഉണ്ടോ, ചേട്ടൻ എന്താ ചെയ്യണത്? ആ ചേട്ടന് ചിലപ്പോൾ ഓടിക്കാൻ അറിയണ്ടാവില്ല, പക്ഷേ ആ ചേട്ടൻ പഠിക്കുന്നില്ലേ, ചെയ്യുന്നില്ലേ? അതാണ് ഞാൻ എന്തൊക്കെയാണ് പറയണേ. എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എൻ്റെ വ്ളോഗിൽ ഞാൻ പറയാൻ വന്നത് 3 കാര്യങ്ങൾ ഉദ്ദേശിച്ചായിരുന്നു, ഒരെണ്ണം മറന്നുപോയി. ഒന്ന്, ഈഗോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് സഫർ ചെയ്യാൻ നിൽക്കരുത്. സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ യു ഷുഡ് കിൽ യുവർ ഈഗോ. 2 എന്നുള്ളത്, ജോലി കഷ്ടപ്പെട്ടാലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ഫീൽഡിലും എല്ലാ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. ഒന്നും എളുപ്പമായിട്ടുള്ള പരിപാടിയല്ല. എല്ലാത്തിനും അത് നമ്മൾ ചിലപ്പം ശാരീരികമായിട്ട് പണിയെടുക്കേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾ മാനസികമായി പണിയെടുക്കേണ്ടി വരും. അത് അല്ലെങ്കിൽ നിങ്ങളെ ഇല്ലാത്ത ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ പറയണത്. പഠിക്കാൻ ചിലപ്പം പാടായിരിക്കും, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും.
മറ്റേ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ എലൻ മസ്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഹാർഡ് വർക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ഓനിന്ന് അവൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ $1 ട്രില്യൺ. അത് ചിലപ്പം പുകമറയായിരിക്കും, പക്ഷേ ഹി ഹാവ് ദ മണി. ഹി ഈസ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. മനസ്സിലായില്ലേ? അപ്പോൾ പണിയെടുത്തു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. പണിയെടുക്കാത്തതിൻ്റെ ഒറ്റ പാട് പണിയെടുക്കുക. അവിടെ ആരോ ബ്ലോക്ക് ഔട്ടാക്കി ഇതെന്ന് അറിയണമല്ലോ. ചിലവന്മാർ ചുമ്മാ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായിട്ട് നിന്നിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുന്നതാണ്. നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്ന് അറിയാൻ പാടില്ല, അപ്പോൾ അത് ബ്ലോക്കാവും. ബാക്കിയുള്ളവന്മാരെ മെനക്കെടുക്കാനാണ്. ഇത് ഞാൻ നോക്കാം, ആ വരിക്ക് ഞാനവിടെ നിന്നിട്ട് ഞാനിവിടം വരെ നിൽക്കണ്ടാവുന്നേ. ഞാൻ അവിടെ നിന്ന് കയറി വന്നതാണ് ഞാനിവിടം വരെ എത്തിയത്. അങ്ങോട്ട് സ്ഥലത്തില്ല, അതുവഴി പോവാം. കറങ്ങിപ്പോയാലും അങ്ങെത്തും. നമ്മളെന്തിനാണ് ഈ ട്രാഫിക് കിടക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാം. ബൈ.